ക്ഷേത്രസങ്കല്പത്തിൽ പൂജ, ജപം, ഹോമം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി സാധകൻ ഇരിക്കാനുപയോഗിക്കുന്ന പലകയ്ക്കു പറയുന്ന പേരാണ് ആവണപ്പലക. ആവണപ്പലകയുടെ യഥാർത്ഥ പേര് കൂർമ്മപീഠിക എന്നാണ്. ആമയുടെ ആകൃതി ആയതിനാലാണ് ഈ പേര് കൈവന്നത്. ആവണപ്പലകയിൽ പത്മാസനത്തിലോ സ്വസ്തികാസനത്തിലോ ഇരുന്ന് പൂജാതി കാര്യങ്ങൾ നിർവഹിച്ചാൽ ഏതു മന്ത്രവും പെട്ടെന്ന് ഹൃദ്യസ്ഥമാകും. ആവണപ്പലകയെ ബഹുമാനിക്കാത്ത പൂജാരിമാർ ചെയ്യുന്ന പൂജയ്ക്ക് പൂർണ്ണത കൈവരില്ല എന്നതാണ് വിശ്വാസം. പുരോഹിതർ ജപപൂജാദികൾക്ക് ഇരിക്കുമ്പോൾ ആവണപ്പലകയുടെ ശിരസ് മുൻപിലായിരിക്കണം. തലഭാഗം വടക്കോട്ടായാലും വിരോധമില്ല. ആവണപ്പലകയുടെ നിർമ്മാണത്തിൽ വളരെയധികം പ്രത്യേകതകൾ കാണാൻ സാധിക്കും. തച്ചുശാസ്ത്ര വിധിപ്രകാരം കൃത്യമായ നീളവും വീതിയുമുള്ള അളവ് ആവണപ്പലകയുടെ ആകർഷണ ശക്തി ബലപ്പെടുത്തുന്നു. സഹനശക്തിയുടെ പ്രതീകമായ കൂർമ്മ ആകൃതിയിലാണ് ആവണപ്പലകയുടെ നിർമ്മാണം. തലഭാഗം പ്രപഞ്ചതത്വമാണ്. കാലുകൾ 4 വേദങ്ങളെ കുറിക്കുന്നു. മധ്യഭാഗം വിശ്വകർമാവിനെ പ്രതിനിധീകരിക്കുന്നു. വിശ്വകർമാവിൽ ഉൾപ്പെട്ട 30 മുക്കോടി ദേവതകളും അമർത്യരായി ആവണപ്പലകയിൽ കുടികൊള്ളുന്നു എന്നതാണ് സങ്കല്പം. ക്ഷേത്ര ശില്പഘടനയുടെ വിവരണം പരിശോധിച്ചാൽ ഇതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടും. ഷഡാധാര പ്രതിഷ്ഠയിൽ ദേവൻ്റെ താഴെയായി സങ്കല്പിക്കുന്ന ഹൃദയപത്മത്തിൽ കൂർമ്മത്തെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. മന്ത്രസാധന ചെയ്യുന്നതാകട്ടെ പ്രാണശക്തിയിലാണ്. ഇതു മനസ്സിലാക്കിയാൽ ഭൂമിദേവിയെ സ്പർശിക്കാതെ ഇരിക്കുന്നതിൻ്റെ പ്രതീകമായാണ് കൂർമാസനത്തിൽ ഇരിക്കേണ്ടതിൻ്റെ സങ്കല്പം ഉരുത്തിരിഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാം.